തൃശൂർ കൊരട്ടിയിൽ ആൺകുട്ടിക്ക് നേരെ വൈദികന്റെ ലൈംഗികാതിക്രമം. പെസഹ ചടങ്ങുകളോടനുബന്ധിച്ച് വീടുകളിൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു അതിക്രമം. വൈദികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 വർഷങ്ങൾക്ക് മുൻപും സമാനമായ കേസിൽ വൈദികൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ലെവിൻ കെ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ഇത് വൈദികന്റെ സ്ഥിരമായിട്ടുള്ള കാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിരുന്നോ? ഇപ്പോഴത്തെ സംഭവം എന്താണ്? സ്വാതി, ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കൊരട്ടി കോന്നൂർ സ്വദേശിയായിട്ടുള്ള വൈദികൻ അവിടുത്തെ ഇടവക വികാരി കൂടിയാണ്. അദ്ദേഹം ആ പ്രദേശത്തെ വീടുകളിൽ പെസഹ ദിനാചരണത്തിന്റെയും ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമായി വീടുകളിലെത്തി കുമ്പസാരം നടത്തുന്നതിന് വേണ്ടിയും മുതിർന്ന ആളുകളെ കാണുന്നതിനും വേണ്ടിയുമാണ് ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ ബന്ധുക്കളോ മറ്റുള്ള മാതാപിതാക്കളോ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് കുട്ടിക്ക് നേരെ വൈദികന്റെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടാവുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ തിരികെ മടങ്ങിപ്പോവുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട കുട്ടി മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാര്യങ്ങൾ അറിയിച്ചു. തുടർന്ന് അവർ സഭാ നേതൃത്വത്തിനും പോലീസിനും പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയോടുകൂടിയ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വൈദികനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ പറയുന്ന വൈദികൻ മുൻപും സമാനമായ കേസുകളിൽ പ്രതിയാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. സഭയുടെ ഭാഗത്തു നിന്നും അച്ചടക്ക നടപടിയെടുക്കുകയും തുടർന്ന് നേരത്തെ ജോലി ചെയ്തിരുന്ന പള്ളികളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമായിരുന്നു. കോന്നൂരിൽ ഇങ്ങനെയാണ് ഒരു വർഷം മുൻപ് ഇയാൾ ഇവിടെ എത്തുന്നത്. അതിനുശേഷവും സമാനമായ നിലയിൽ പെരുമാറ്റം തുടർന്നു. ഇതിന് പിന്നാലെ പോലീസ് കേസെടുത്തതോടുകൂടി ഇയാൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമത്തെക്കുറിച്ചോ കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയെക്കുറിച്ചോ പ്രതികരിക്കാൻ സഭാ നേതൃത്വവും ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും സഭയ്ക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള വിശ്വാസികൾക്കുമെല്ലാം നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായാണ് പോലീസ് പറയുന്നത്. സ്വാതി.